എനിക്കത് ഭയങ്കരമായിട്ട് പറയാം. സ്ട്രോങ് ആക്കിയത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്, എൻ്റെ മാരീഡ് ലൈഫാണ് എന്നെ സ്ട്രോങ് ആക്കിയത്. ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗോ ത്രൂ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഗോ ത്രൂ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ ഞാൻ എത്തിച്ചു. ആ പോകുന്ന വഴിയിൽ ആ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച ഏറ്റവും അധികം ഞാൻ എൻ്റെ ലൈഫിൽ വിഷമിച്ച ഒരു സമയമായിരുന്നു. കാരണം എനിക്കറിയില്ല അവനെ എത്തിക്കാൻ പറ്റുമോ, ഞങ്ങൾ വീഴുമോ, എന്തെങ്കിലും സംഭവിക്കുമോ ഒന്നും ഞങ്ങൾക്കറിയില്ല. എനിക്ക് അങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു. അലറി വിളിച്ച് ഉറക്കെ കരഞ്ഞ് ഒരു 5 മിനിറ്റ് ഡ്രൈവ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെയ്തു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വോയിസ് ഓവർ അല്ലാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വീഡിയോ മീൻസ് നേരിട്ട് സംസാരിച്ചുകൊണ്ട് ചെയ്യുന്നത്. അതിൻ്റെതായ എല്ലാ താളപ്പിഴകളും കാണും. താളപ്പിഴകളും ഇതിൽ കാണും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അടിയില്ലേ, സ്റ്റാർട്ടിങ് തന്നെ പോയി. എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യുക, ഓക്കെ? വല്ലാണ്ട് മലയാളം പറയാതിരിക്കും നല്ലത്, അല്ലേ? എന്ന് വെച്ചാൽ ഞാൻ പരിഷ്കാരിയാണെന്നല്ല, ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിട്ട് ആരും വരണ്ട. ഞാൻ എൻ്റെ ഇംഗ്ലീഷും മലയാളം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ലാംഗ്വേജാണ് എൻ്റെത്. ആ രീതിയിൽ തന്നെ സംസാരിക്കാം. കാരണം മലയാളം കൂടുതലിട്ടാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊരു കോമഡി വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ അതല്ല എൻ്റെ ഇൻറ്റൻഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ സംസാരിച്ച് പോയാൽ ഇത് നല്ല രീതിയിൽ അവസാനിക്കുന്ന ഒരു വീഡിയോ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തമാശയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ടോപ്പിക്ക് വരാം. ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗോ ത്രൂ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഗോ ത്രൂ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇപ്പം പറയാം, നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ അവിടെ അത് സംഭവിച്ചു, ഇവിടെ ഇത് സംഭവിച്ചു എന്ന് നമ്മളെപ്പോഴും നമ്മളെ ഇതിൽ വിചാരിക്കും. സംഭവിക്കട്ടെ അല്ലെങ്കിൽ സംഭവിച്ചോട്ടെ എന്നുള്ളതല്ല പറയുന്നത്. മറ്റുള്ളവരുടെ വീട്ടിൽ സംഭവിക്കുമ്പോൾ ഓ ആ വീട്ടിൽ അങ്ങനെ സംഭവിച്ചു അല്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ ദുഃഖിതരാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വേദനയും നമ്മൾ അതിൻ്റെ ആഘാതവും ആ സമയത്തുള്ള പാനിക് സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊന്നും അറിയാതെ നമ്മൾ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സ്ട്രോങ് ആയതാണ്, എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ സ്ട്രോങ് ആക്കിയതാണ്. അപ്പോൾ മുന്നേ ഞാനിങ്ങനെ ഒന്നും അറിയില്ല. ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പിന്നെ നമുക്ക് ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് നമുക്ക് ധൈര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നാൽ ഞാൻ വളരെ ഒരു പാവം എന്നല്ല, പക്ഷേ ഇത്രയും സ്ട്രോങ് അല്ലായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് പറയാം. സ്ട്രോങ് ആക്കിയത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്, എൻ്റെ മാരീഡ് ലൈഫാണ് എന്നെ സ്ട്രോങ് ആക്കിയത്. സോ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം വീണ്ടും ടോപ്പിക്ക് നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങി നമ്മൾ വേറെ പലതിലേക്കും എത്തും. അപ്പോൾ അങ്ങനത്തെ ഇതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. അതായത് 1-2 കാര്യങ്ങൾ കൂടെ അതിന് മുമ്പ് എനിക്കൊന്ന് ആഡ് ചെയ്യണം. കാരണം അത് ആഡ് ചെയ്താലേ എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രമാണോ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, അല്ലെങ്കിൽ ഇത് മാത്രം കൊണ്ട് ഇങ്ങനൊരു മെൻ്റൽ ഒരു തളർച്ച വരുമോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പം ഞാൻ ആദ്യം എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഒരു എക്സാക്ട്ലി ഡേറ്റ് ഒന്നും എനിക്കറിയില്ല, ഒരു 3 മന്ത്സ്, ഏകദേശം ഒരു 3 മന്ത്സ് ആവാറായി. 3 മന്ത്സ് മുന്നേ ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഹൗസ് വൈഫായിട്ടിരിക്കുകയാണ്. ഞാൻ മുന്നേ ജോലി ചെയ്തിരുന്നു. പിന്നെ സെക്കൻഡ് ഡെലിവറി കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ജോലി വിട്ടു. പിന്നെ ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ ആൾ കുറച്ച് വാശിക്കാരെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് ഞാൻ ഒരു ജോലിക്ക് ട്രൈ ചെയ്തിരുന്നില്ല. അതൊരു കാരണമാക്കി എടുക്കുന്നില്ല, മേ ബി കാരണം വേണമെങ്കിൽ ആക്കാം. ഞാൻ ഒരു ജോലിക്ക് സത്യം പറഞ്ഞാൽ ട്രൈ ചെയ്തിരുന്നില്ല. പിന്നെ ട്രൈ ചെയ്യണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് തീരുമാനം എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ മോനെ പ്ലേ സ്കൂളിലാക്കാം, ദെൻ ജോലിക്ക് നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനൊരു ജോലിക്ക് നമ്മൾ ഓൺലൈനിൽ ഞാൻ ഒരുപാട് ഓൺലൈനിലായിട്ട് ചെയ്യാനല്ല, ഓൺലൈനിൽ നമ്മൾ ഓരോ സൈറ്റിൽ ഞാൻ കുറേ റെസ്യൂമൊക്കെ അയച്ചു, കുറേ ഓഫേഴ്സൊക്കെ കണ്ടു, ഞാൻ റെസ്യൂമൊക്കെ അയച്ചു. അതിൽ നിന്ന് ഞാൻ ഉച്ചക്കാണ് അയക്കുന്നത്. ഒരു ഈവനിങ് ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു. ഇങ്ങനെ ഒരു നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് ഒരു വേക്കൻസി ഉണ്ട്, പക്ഷേ പെട്ടെന്ന് ജോയിൻ ചെയ്യണം. അതായത്
ഒരുപാട് ഡിലേ ആവാൻ പറ്റില്ല. അവർക്ക് പറ്റിയാൽ ഒരു 2 ഡേയ്സിനുള്ളിലോ 3 ഡേയ്സിനുള്ളിലോ അവർക്ക് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്നൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺലൈനിലൊന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, പക്ഷേ ഇത്രയും പെട്ടെന്ന് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു 1 വീക്ക് സമയം തന്നാൽ ഓക്കെ ആവുമോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് ആലോചിച്ചു, ഹസ്ബൻഡിനോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണെന്നുള്ളൊരു ഏകദേശം ഇതിലേക്കായപ്പോൾ ഞാൻ ഓക്കെ ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓൺലൈനിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ ഏകദേശം ഓക്കെ ആയി. അവർ പറഞ്ഞു ബാക്കി പാക്കേജസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. നോർമൽ നമ്മളെല്ലാവരും സംസാരിച്ചു ഓക്കെ ആയി. അപ്പോൾ അവർ ഫ്രൈഡേ ആണ് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നത്. ദെൻ സാറ്റർഡേ എൻ്റെ അടുത്ത് അവർ കോഴിക്കോട് ഓഫീസിൽ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പോയി ജോയിൻ ചെയ്തു. ഈവനിങ് വരെ അവിടെ വർക്ക് ചെയ്തു. ദെൻ മൺഡേ മുതൽ നമുക്കിവിടെ നിയറസ്റ്റ് ആയിട്ട് എടപ്പാളാണ് എൻ്റെ സ്ഥലം. അപ്പോൾ എടപ്പാൾ നമുക്കിവിടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സൺഡേ നമുക്ക് ആകെ കിട്ടുന്നൊരു ലീവുള്ള ദിവസമാണ്. അതായത് ഇനിയിപ്പോൾ വർക്കിന് കയറുക, കുട്ടികളുടെ കാര്യമെല്ലാം കൂടെ ആകുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ട്, മീൻസ് തിരക്ക്, ഒന്നിനും സമയം ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥ ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഓൾറെഡി മുന്നേ ജോലി ചെയ്തിരുന്നതാണ്. എനിക്ക് ആ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നന്നായിട്ട് അറിയാം. സോ ഞാൻ വിചാരിച്ചു സൺഡേ ഒരു ഡീപ്പ് ക്ലീനിങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വീടൊക്കെ ക്ലീനിങ് ചെയ്യാൻ തുടങ്ങി. വല്ലതും വലിച്ചു വാരിയിട്ടു. ഫുൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയി. ദെൻ ഞാൻ ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയർ ഇട്ടിട്ട് അതിൻ്റെ മേലെ കയറി. ദെൻ കയറിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തു. ഞാൻ ഇറങ്ങി. ഓൾമോസ്റ്റ് ഒരു കാല് താഴത്ത് കുത്തി, രണ്ടാമത്തെ കാല് വെക്കുമ്പോഴേക്കും ഞാനൊരു ലൂസ് പാൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പാൻറ് കസാരയിൽ കയറി ഉടക്കി ഞാൻ വീണു. ദെൻ എൻ്റെ വിരലൊക്കെ ഒടിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഓരോ കാര്യങ്ങൾ, അതായത് അങ്ങോട്ട് പോകുന്നു, പ്രശ്നങ്ങൾ, ബഹളം, എല്ലാവരും ബഹളം വെക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അവർ പ്ലാസ്റ്റർ ഇട്ടു. 3 വീക്സ് നമുക്ക് പ്ലാസ്റ്റർ ഇടാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. 3 വീക്സ് കഴിഞ്ഞു. ദെൻ അവർ ഓക്കെ ആയി, നമുക്ക് അഴിക്കാമെന്ന് പറഞ്ഞു. അവർ അപ്പം തന്നെ ഒരു എക്സ്റേ എടുത്തായിരുന്നു. എന്നിട്ടാണ് അവർ ഓക്കെ ആയി എന്ന് പറഞ്ഞത്. നമ്മൾ അത് ഊരി. ദെൻ എനിക്ക് പെയിൻ, അത് ഊരിക്കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് വാക്കിൽ തന്നെ എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഒരുപാട് ദിവസം അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നടക്കുന്നതല്ലേ, അപ്പോൾ മേ ബി പെയിൻ ഉണ്ടാവും. പിന്നെ പോരാത്തതിന് ബാക്ക്വേർഡ് ഒടിഞ്ഞതാണ്, അപ്പോൾ അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പതുക്കെ വേദന മാറുള്ളൂ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ദെൻ ഒരു 3-4 ദിവസം അങ്ങനെ പോയി. പെയിൻ ഉണ്ട്, പക്ഷേ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, പക്ഷെ അവർ ഇത് ഓക്കെ ആവും എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ പോയി. അങ്ങനെ ഒരു 1 വീക്ക് ഞാൻ തള്ളി. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെയിൻ സഹിക്കാൻ വയ്യാണ്ടായി. അതായത് നമുക്ക് ഒരു വിരലൊടിഞ്ഞതിൻ്റെ ആ ഒരു വേദന തന്നെ പിന്നെ എനിക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഡോക്ടറെ വീണ്ടും പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അത് ഇതുകൊണ്ടാണ്, നമുക്ക് വേറൊരു ഗുളിക എഴുതാമെന്ന് പറഞ്ഞു. ഒരു ഗുളിക എഴുതി. ദെൻ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും പെയിന് തന്നെയാണ്. ഗുളിക കഴിക്കുന്നതുകൊണ്ട് വെച്ചിട്ടൊരു മാറ്റമില്ല, എന്നാൽ കുറവുണ്ട് താനും. അപ്പോൾ അങ്ങനെ ഒരു 2 വീക്സ് വീണ്ടും ഇതുപോലെ തന്നെ പോയി. പക്ഷേ എനിക്ക് പിന്നെ നമുക്കറിയാമല്ലോ നമ്മളെ വിരലിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും നമുക്കൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വിരലൊരു ഫ്രീസായ പോലെ, അതായത് സംഭവം ഒടിഞ്ഞത് നമുക്ക് നോർമൽ ആവാൻ ടൈം എടുക്കുമായിരിക്കും, ശരിയാണ്. പക്ഷേ ഇതൊരു മൂവ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര പെയിന്, എനിക്കൊരു ചെരുപ്പിടാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നടക്കാൻ പറ്റില്ല. ഇരിക്കുമ്പോൾ വേദനയുണ്ട്, പക്ഷെ നമ്മൾ നിലത്ത് കാല് കുത്തുമ്പോഴാണ് എനിക്ക് കൂടുതൽ പെയിൻ സഹിക്കാൻ വയ്യാത്തത്. അങ്ങനെ ആയിട്ട് ഞാൻ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഫിസിയോതെറാപ്പിയെ കാണിച്ചു നോക്കൂ, ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒന്ന് കാണിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി. അവിടെ പോയി അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ പറഞ്ഞു നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം, ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു ഡോക്ടറെ കൺസെൻറ്റ് എടുക്കണോ, ഇങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകാമെന്നുള്ള കൺസെൻറ്റ് എടുക്കണോ എന്ന് വെച്ചാൽ പിന്നെ നിങ്ങളുടെ കോളാണ്, നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇനിയൊരു ഇതിങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു റിസ്ക് എടുക്കണ്ടെന്ന് കരുതി ഞാൻ എൻ്റെ ഡോക്ടറെ അടുത്ത് തന്നെ പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. അവിടെ പോയി കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ഫിസിയോതെറാപ്പിയുടെ ഒരു ആവശ്യമില്ല, അതിന് മാത്രം പെയിൻ ഉണ്ടോ ചോദിച്ചു. യെസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൂടെ എക്സ്റേ എടുത്ത് നോക്കാം. അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കി. എക്സ്റേയിൽ അവർ പറഞ്ഞു ചതവ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ചതവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചതവ് കാണുന്നുണ്ട് ഇതിൽ, മേ ബി എന്തെങ്കിലും ഇതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോയത്. പിന്നെ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നമുക്കൊരു അതൊക്കെ വിട്, അത് നമുക്കൊന്നും പോയിട്ട് കാര്യമില്ല. എന്തായാലും കാലിന് ചതവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇതിട്ടു. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാനെന്ന വ്യക്തി എന്ന് പറയുന്നത് അത്യാവശ്യം സോഷ്യലൈസ് ആയിട്ട് നടക്കുന്ന ഒരാളാണ്. സോഷ്യലൈസ് എന്ന് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നൗഷാദ് എന്നാണ് പേര്. നൗഷു വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കൂടി, വീട്ടിലുണ്ടെന്നെങ്കിൽ കൂടി, എപ്പോഴും ഫ്രീലാൻസ് ആയിട്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്.
പിന്നെ നമുക്ക് വല്ലപ്പോഴൊക്കെ നമ്മുടെ ഒരു സമയം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു വിധമുള്ള ദിവസങ്ങളിലൊക്കെ രാത്രി നമ്മൾ ബൈക്ക് എടുത്ത് നമ്മൾ മാത്രമായിട്ട് കറങ്ങാൻ പോകുക, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി പോകുന്നതൊക്കെയാണ്. ചിലപ്പോൾ ഒരു ചായ കുടിക്കാൻ പോകും, അല്ലെങ്കിൽ വെറുതെ വണ്ടി മുന്നിൽ ഡ്രൈവ് പോയിട്ട് വരും, അങ്ങനെയൊക്കെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എൻ്റെ അവസ്ഥയിൽ എനിക്ക് ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. എനിക്കൊന്ന് വാഷ്റൂം പോകണമെങ്കിൽ ഒരാളുടെ സഹായം വേണം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെങ്കിലും എനിക്കിപ്പോൾ ഇപ്പോൾ റൂമിൽ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ TV റൂമിൽ പോകണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. അതൊക്കെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാന്നല്ല പറയുന്നത്. പക്ഷെ ഓരോരുത്തരും മെൻ്റൽ സ്റ്റേറ്റ് പോലെയാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഞാൻ ഒരാളെ ബുദ്ധിമുട്ടിക്കല്ലേ, ഞാൻ കാരണം എല്ലാവരും ബുദ്ധിമുട്ടുമല്ലേ, അങ്ങനെയൊക്കെ ഒരു വൃത്തികെട്ട ചിന്ത. അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒരു തരം ദേഷ്യമായി മാറി. കാരണം എന്താ വെച്ചാൽ ദേഷ്യമാണോ അതോ വിഷമാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇരുന്നാൽ എന്നെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഞാൻ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. പിന്നെ ഹാളിൽ പോയി TV റൂമിൽ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വാഷ്റൂമിലേക്ക് വരണമെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് പിന്നെയും തിരിച്ചു വരണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു റൂമിൽ തന്നെ ഇരിക്കാം എന്നുള്ളതിൽ അങ്ങനെ കുറച്ച് കാലം ഇരുന്നു. അത് കഴിഞ്ഞ് എന്നെ സംബന്ധിച്ചൊരു തരം ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ദിവസങ്ങളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിക്കവറായി പുറം ലോകമൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ഹാപ്പി ആയിട്ട് വരുമ്പോഴാണ് വീണ്ടും ചതവെന്ന് പറഞ്ഞ് വീണ്ടും ഇടേണ്ടി വരുന്നത്. അപ്പോൾ രണ്ടാം തവണ ഇടുമ്പോൾ ഇത് ഇടേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇമോഷണലായി, കരഞ്ഞുപോയി ഞാൻ. കാരണം ഇത് തന്നെയാണല്ലോ എൻ്റെ വീട്ടിൽ, മീൻസ് എൻ്റെ ലൈഫിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത്. ഞാൻ വീണ്ടും റൂമിലിരിക്കണം, എനിക്ക് എണീക്കാൻ പറ്റില്ല, ഒരാളുടെ സഹായം വേണം, അതൊക്കെ കൂടെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ അറിയാതെ കരഞ്ഞുപോയി. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അങ്ങനെ ചിന്തിക്കണ്ട, നീ മടമ്പ് കുത്തിയിട്ട് നടന്നോ, അല്ലാണ്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അങ്ങനെ ഒന്നുമില്ല, വിരലൊന്നും ഒന്ന് അനങ്ങാതെ ശ്രദ്ധിച്ചാൽ മതി, 1 വീക്ക് ശ്രദ്ധിച്ചാൽ മതി, 1 or 2 വീക്സ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അതിട്ടു. അങ്ങനെ അത് വീണ്ടും പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തു. കാരണം എന്താ വെച്ചാൽ എനിക്കിതൊന്നും എങ്ങനെയെങ്കിലും മാറിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഇത് ഊരാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഭയങ്കര പേടിയുണ്ടായിരുന്നു, പക്ഷെ എക്സൈറ്റഡ് ആയിരുന്നു. ദൂരാൻ പോവാണല്ലോ. അങ്ങനെ പോയി. ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ്ലി ഓക്കെയാണ്, വിരലൊക്കെ പിടിച്ച് നോക്കി ഓക്കെയാണ്. അപ്പോൾ വിരൽ പിടിച്ച് നോക്കുമ്പോൾ എനിക്ക് പഴയ പോലെ ആ പെയിനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ തന്നെ ഞാൻ ഭയങ്കര റിലീഫായിരുന്നു എനിക്ക്. അങ്ങനെ ഓക്കെ ആയി. നമ്മളത് ഊരിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. കാരണം ഇത് രണ്ടാമതിട്ടത് കൊണ്ട് തന്നെ നമുക്ക് ഊരിയാൽ മതി, അല്ലെങ്കിൽ ഊരിക്കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് എനിക്കും ഉണ്ടായിരുന്നു, നൗഷൂനും ഉണ്ടായിരുന്നു. അത് ഊരിയപ്പോൾ ഞങ്ങൾ രണ്ടാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, എക്സൈറ്റഡ് ആണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയായി. നമ്മൾ വീട്ടിലെത്തി, നോർമലി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ പതിവ് പോലെ കറങ്ങാൻ പോയി. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ നൗഷൂന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ലേറ്റ് നൈറ്റായിട്ട് വർക്കിനിരുന്നു. അപ്പോൾ ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട്. അവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ ചായ ഞാനവിടെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ചെറിയ മോനെ ഉറങ്ങിയിട്ടില്ല, അവൻ രാത്രി അങ്ങനെ ഉറങ്ങൽ ഭയങ്കര ലേറ്റായിട്ടാണ്. അപ്പോൾ ഞാൻ അവനെ മെയിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അങ്ങനെ ഇവന് ചായ വെച്ച് കൊടുത്തിട്ട് ഞാൻ സംഭവം പോയി. ഞാനപ്പോൾ റൂമിൽ AC ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഡോറ് അടച്ചിട്ടു. അങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് ഞാൻ തോർത്തെടുക്കാൻ വന്നപ്പോൾ കുപ്പി ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് കിട്ടും. അപ്പം ഞാൻ ഓക്കെ എൻ്റെ ചായ ഗ്ലാസ് പൊട്ടിച്ചു. അപ്പം ഞാൻ 2 ദിവസം മുന്നേ ഒരു നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു ജാർ വാങ്ങിയായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ ബിസ്ക്കറ്റ്സ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് പൊട്ടിച്ചതായിരിക്കും, എന്നാൽ 2 പറയട്ടെ എന്ന് വിചാരിച്ച് 2 പറയട്ടെ വെച്ചാൽ അങ്ങനെയല്ല, പക്ഷെ വെറുതെ തമാശക്ക് ആ രീതിയിൽ നമ്മൾ അത് പൊട്ടിച്ചോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ എനിക്കത് ഇപ്പോഴും പറയാൻ വയ്യ കേട്ടോ. പോയി നോക്കുമ്പോൾ ആള് ഹാളിൽ വീണ് എടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ടീപ്പോയില്ലേ, കുഞ്ഞു ടീപ്പോയി, നമ്മൾ ചായ കുടിക്കുന്ന ടീപ്പോയി, അത് പൊട്ടിക്കെടുക്കുന്നു. അതിൻ്റെ ഗ്ലാസ്സൊക്കെ ചിന്നിച്ചെതിരി കെടുക്കുന്നുണ്ട്, ചോര പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇങ്ങനെ മലർന്ന് കെടുക്കുന്നുണ്ട്. ഞാനത് കണ്ടപ്പോൾ ഞാൻ ആകെ ബ്ലാങ്ക് ഔട്ടായി. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ആദ്യം ഒരു നിമിഷം ഞാൻ സ്റ്റക്കായി. എന്നിട്ട് പിന്നെയാണ് എനിക്കൊന്ന് എന്താ പറയുക, നമ്മളൊരു സഡൻ ആയിട്ട് എണീച്ചു എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു റിയലൈസേഷൻ വന്നത്. അത് ഞാൻ അപ്പോഴേക്കും ഭയങ്കര പാനിക്കായി. ഞാൻ ഉറക്കെ കരയാൻ തുടങ്ങി. കാരണം ആ സമയമാണ്, ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, 12:45 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ
ഞാൻ അവനെ പിടിച്ച് എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അവനാകെ എന്തോ ഒരു ബോധമുണ്ട്, പക്ഷേ ആൾക്ക് ഒറ്റയ്ക്ക് എണീക്കാൻ ഒറ്റയ്ക്കല്ല, ഞാൻ പിടിച്ചിട്ട് പോലും എണീക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ തറവാട് തൊട്ടടുത്തുണ്ട്, അങ്ങോട്ട് വിളിച്ചാൽ മതി. പക്ഷേ എനിക്കതൊന്നും തലയിൽ അപ്പോൾ കയറുന്നില്ല. ഞാൻ ആകെ പാനിക്കായി. ഇവനെ പിടിച്ചെണീപ്പിക്കുന്നു, കരയുന്നു, എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കുന്നു. മീൻസ് നമുക്ക് വിസിബിളായിട്ടുള്ളിടത്തൊന്നും മുറിവൊന്നും കാണുന്നില്ല. ആൾ പറഞ്ഞു തണ്ടൽ വെച്ചിട്ടാണ് ഇടിച്ചേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ വിസിബിളായിട്ട് മുറിവുകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇപ്പുറത്ത് നമ്മളെ ഗ്രാനൈറ്റ് ഒരു ബ്ലാക്കിഷ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ ആണോ പോയത്, ബ്ലഡ് ആണോ എന്ന് അറിയുന്നില്ല. ആൾ ടീഷർട്ട് ഇട്ടിട്ടുള്ളത് റെഡ്, അതുകൊണ്ട് ഒന്നും മനസ്സിലാവും. നനവുണ്ട് മൊത്തം. അപ്പോൾ ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ ആളെ പിടിച്ച് എണീപ്പിച്ച് ഇരുത്തി നോക്കുമ്പോൾ ആൾ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, ചായ പോയതാവും, വേറെ പ്രശ്നമൊന്നുമില്ല, തണ്ടൽ വെച്ച് അടിച്ചാൽ ഓക്കെ. എന്നാൽ നമ്മൾ റൂമിൽ കൊടുത്തു ഇരുത്തി, പിടിച്ചിട്ട് കൊടുന്നു ഇരുത്തി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ടീഷർട്ട് ഒന്ന് ഊരിയെ നോക്കട്ടെ, എവിടെയും മുറിഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ, ഗ്ലാസ് അല്ലേ, പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എണീപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ. കാരണം എന്താ വെച്ചാൽ ആൾ പറഞ്ഞു മുറിവൊന്നും ഇല്ല, ഒരു പ്രശ്നമില്ല, തണ്ടൽ ജസ്റ്റ് വെച്ച് അടിച്ചെന്നേ ഉള്ളൂ, കൈ വെച്ച് ജസ്റ്റ് കുത്തിയായിരുന്നു, അതുകൊണ്ടാണ് ഗ്ലാസ് പൊട്ടിയെന്ന് പറഞ്ഞു. നമ്മളത് വിചാരിച്ചു ഓക്കെ എന്ന് പറഞ്ഞു. ടീഷർട്ട് ഞാൻ ഊരിയതും ഞാൻ എന്താ ജസ്റ്റ് ബ്ലഡ് ഉണ്ട്, എവിടെയാണ് മുറിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെ മൊത്തം ബ്ലഡ് ഉണ്ട്, കൈ മുറിഞ്ഞിട്ടുണ്ട്, കൈയിൻ്റെ ബാക്ക് സൈഡ് മുറിഞ്ഞിട്ടുണ്ട്, ഇവിടെ പുറം മുറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ മുറിവ് ശരിക്ക് ബ്ലഡ് വൈപ്പ് ചെയ്ത് ഞാൻ നോക്കുമ്പോഴാണ് ആ മുറിവ് ശരിക്കും ഞാൻ കാണുന്നത്. ജസ്റ്റ് ശരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് എന്താവും എന്ന് എനിക്ക് അറിയില്ല. ചിലവർക്ക് എനിക്കൊക്കെ എന്ന് വെച്ചാൽ മുറിവിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ എനിക്ക് തരിക്കും, മേല് തരിക്കും, കാല് തരിക്കും, അങ്ങനത്തെ പ്രശ്നമുണ്ട്. ശരിക്കും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വെട്ട് വീണിട്ട് ഇങ്ങനെ വിണ്ട് നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ആയിട്ട്. അതുകൂടി കണ്ടോടുകൂടി എനിക്ക് ഞാൻ ഓക്കെ ആയി വന്നതിൻ്റെ ഡബിൾ ഞാൻ പാനിക്കായി. ഞാൻ ഉറക്കെ കരയാൻ തുടങ്ങി. പിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വേഗം ഫോൺ എടുത്തു, ഉമ്മാനെ വിളിച്ചു. അലറി കരയാന്നല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ഉമ്മ ഓടി വന്നു. ഉമ്മ അതിനേക്കാൾ വലിയ കരച്ചിലായി. അപ്പോഴേക്കും ഉപ്പ വന്നു. ഉപ്പ വരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. കാരണം നമ്മൾ പെണ്ണുങ്ങളെക്കാളെന്ന് പറയാൻ അങ്ങനെയല്ല, പക്ഷേ എൻ്റെയും ഉമ്മാൻ്റെയും സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ, അതായത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ ആണ് ബെറ്റർ. അതായത് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ. ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷണലി ഡൗൺ ആവുന്ന ആളുകളാണ്. നേരെ നമ്മൾ ഉപ്പാന്ന് വെച്ചാൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. അങ്ങനെ ഉപ്പ ഓടി വന്നു. അപ്പം ഞാൻ വെച്ചു ഓക്കെ ഉപ്പ എന്താ വെച്ചാൽ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഉപ്പ വന്നു, എന്ത് പ്രശ്നമില്ല, കരയണ്ട, പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവൻ്റെ മുറിവ് കണ്ട വഴിക്ക് ഉപ്പയും ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യാൻ തുടങ്ങി, തോർത്തെടുത്ത് കെട്ടുന്ന എന്തൊക്കെയോ ചെയ്യുന്നു. ഞാൻ ആകെ മരവിച്ചു പോയി. ആ സമയത്ത് എനിക്ക് മനസ്സിലുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ചെയ്തു, അങ്ങോട്ട് ഓടുന്നു, അത് ക്ലോത്ത് എടുക്കുന്നു, കെട്ടുന്നു, ഇവനെ പിടിക്കുന്നു, ഇരുത്തുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആളെ ഇരുത്തി വെള്ളം കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ നെക്സ്റ്റ് ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയാലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നുള്ളത്. അവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു ചോദ്യചിഹ്നം വന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ ഡ്രൈവിങ് അറിയുന്ന ഒരാളാണോ ചോദിച്ചാൽ എനിക്കറിയാം, പക്ഷേ ഞാൻ അങ്ങനെ എക്സ്പെർട്ട് ഡ്രൈവറല്ല, ഞാൻ വണ്ടി അങ്ങനെ ഓടിക്കാറില്ല, ഞാൻ ജസ്റ്റ് പഠിച്ചു വരുന്നേ ഉള്ളൂ. ദെൻ ഉപ്പ, പിന്നെ ഉള്ളത് ഉപ്പയാണല്ലോ. ഉപ്പാക്കെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യാൻ അറിയാം, നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. രാത്രി ഡ്രൈവ് ചെയ്യാൻ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, കണ്ണ് കാണില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. രാത്രി ആൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ദിവസം നമ്മുടെ കാറ് ബ്രദർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവനെന്തോ അത്യാവശ്യമായിട്ട് എൻ്റെ എവിടേക്കോ പോകാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഞാൻ ആ അവസ്ഥയിൽ ഞാനത് ഓടിക്കും എന്നുള്ളത്. എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടെങ്കിൽ മേ ബി ഞാനത് ഓടിച്ചിട്ടുണ്ടാവാം. പക്ഷേ നിലവിൽ ആ വണ്ടി അവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരെ വിളിക്കും, എന്ത് വിളിക്കും. അപ്പോൾ നൗഷാദ് പറഞ്ഞു ഞാൻ ഓക്കെയാണ്, നമുക്ക് ബൈക്കുമ്പോൾ പോവാം, സ്കൂട്ടിമ്പോൾ പോവാം, ഞാൻ ഓക്കെയാണ്, അപ്പോൾ എനിക്ക് സ്കൂട്ടി ഓടിക്കാറിയാം, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം, കുഴപ്പമില്ല, ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ കൂൾ ഡൗൺ ആണ്. പക്ഷെ ഞങ്ങളൊക്കെ ഭയങ്കര പാനിക്കാണ്. അങ്ങനെ അല്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി, അല്ലാണ്ട് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ആ സമയത്ത് നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല.
അതിന് ഞാനും അവനും കൂടെ കയറി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഞാൻ ബുള്ളറ്റുമ്പോൾ വരാം, നിങ്ങളിന്ന് സ്കൂട്ടിയുമ്പോൾ പൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരണ്ട, കാരണം കണ്ണ് കാണാതെ എനിക്ക് ബുള്ളറ്റുമെന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വന്ന് നോക്കാനുള്ളൊരിതില്ല ആ അവസ്ഥയിൽ കേട്ടോ. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ രാത്രി ഡ്രൈവ് ചെയ്തിട്ട് ഇപ്പം ബുള്ളറ്റുമെന്ന് വീണിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വേണ്ട. അപ്പോൾ പറഞ്ഞാൽ പതുക്കെ വരാം, നിങ്ങൾ എന്തായാലും വേഗം പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും നൗഷു ഞങ്ങൾ സ്കൂട്ടി എടുത്ത് പോയി. ഇവിടുന്ന് പോകുമ്പോഴൊക്കെ ആൾ ഓക്കെയാണ് കേട്ടോ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾക്ക് മുറിവുണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷെ ആൾ ഓക്കെയാണ്. ആൾ ഭയങ്കര കൂൾ ഡൗൺ ആയിട്ട് പറഞ്ഞു നീ പേടിക്കേണ്ട, ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കയറി നമ്മൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോയി ഒരു കിലോമീറ്ററൊക്കെ പോയിട്ടുണ്ടാവും, 1 കിലോമീറ്ററാ ഏകദേശം അത്ര അടുത്ത് പോയിട്ടുണ്ടാവും. പോയി കഴിഞ്ഞപ്പോൾ വണ്ടി ചെറുതായിട്ട് ഇങ്ങനെ ബാലൻസ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ടയറങ്ങ പഞ്ചറാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വീണ്ടും നല്ല ബാലൻസ് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ഈ ആള് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ വീണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് നൗഷു തലയിറങ്ങിയോ ബോധം പോവാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആള് ഇങ്ങനെ കുഴഞ്ഞു പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വണ്ടി നിർത്തി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു എനിക്ക് തലയിറങ്ങുന്നുണ്ട് കാരണം 1 മണി ഏകദേശം 1 മണി സമയം ഉണ്ടാവും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. 1 മണി സമയം ഞാൻ നൗഷു മാത്രം ബൈക്കുമ്മേ, ഇയാൾക്ക് തല കറങ്ങുന്നു, ഇയാൾ ആകെ ചോരയിൽ കുളിച്ചിരിക്കുന്നു. എങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കും എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചു നിനക്ക് ആംബുലൻസ് വിളിക്കായിരുന്നില്ലേ എന്ന് പലരും ചോദിച്ചു. പക്ഷെ ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് എത്തിയെന്ന് പോലും എനിക്കറിയില്ല. ആ സമയത്ത് ഒരുപാട് സമയത്തിന് ശേഷം ഞാൻ ഉപ്പാനും ഉമ്മാനും പോലും വിളിച്ചത്, ഇവിടെ അടുത്തുണ്ടല്ലോ എന്നുള്ളത് പോലും റിയലൈസേഷൻ വന്നത് ഒരുപാട് സമയം കഴിഞ്ഞാൽ. അപ്പോൾ ആംബുലൻസ് എന്നൊരു സംഭവം എൻ്റെ മനസ്സിലേ ഇല്ല. ഞാൻ അങ്ങനൊരു കാര്യം ഓർത്തുപോലും ഇല്ല, അതാണ് സത്യം. ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ എത്തി, ഇവന് തലയിറങ്ങുന്നു പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു മനുഷ്യന്മാരില്ല റോട്ടിൽ, ആരെ വിളിക്കും എന്ത് ചെയ്യും ഒരു പിടുത്തമില്ല. ഞാൻ എൻ്റെ ഇതെന്ന് വെച്ചാൽ ഷോൾ ഉണ്ടായിരുന്നു, ഷോൾ കഴുത്തിൽ നിന്ന് എടുത്തിട്ട് അവനെ ഇങ്ങനെ റാപ്പ് ചെയ്തു. മീൻസ് കൈ എടുത്തിട്ട് ഇവിടെ കെട്ടിയിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് എൻ്റെ ഷോൾഡറിൽ വെച്ച് അവൻ്റെ തല ഇങ്ങനെ ഷോൾഡറിൽ വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഈ തല കൊണ്ട് ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ച് പോകുന്നത്. ആ ഒരു സമയം ഞാൻ എന്താ എനിക്കറിയില്ല, പക്ഷേ എങ്ങനെയോ അങ്ങോട്ട് എത്തി, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അയ്യോ, അതായത് നമ്മൾ എങ്ങനെയോ എനിക്കറിയാൻ പറ്റുന്നുണ്ട് ആളിങ്ങനെ വീണ് പോകുന്നത്. പക്ഷെ നമ്മൾ ആളെ ഹോൾഡ് ചെയ്ത് കെട്ടിയിട്ട് പിടിച്ചാലും ഒരു പരിധി വരെ നമുക്ക് ആളെ വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റൂ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഒന്ന് തെറ്റിയാൽ ബാലൻസ് പോയി, ഒന്നും ചെയ്യാൻ വയ്യ. അപ്പോൾ എങ്ങനെയൊക്കെ ഒരു കണക്കിന് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് അങ്ങോട്ട് എക്സാക്ട്ലി ഒരു 5 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഇവനെ തലയിറങ്ങിയതും അവിടുന്ന് മുതൽ ഹോസ്പിറ്റലിലേക്ക് ഒരു 5 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട് ഏറ്റവും വലിയ ട്രാവലും മാനസികമായിട്ടും ശാരീരികമായിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരാൾക്കും ഒരു ലൈഫിൽ കൊടുക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയതുമായിട്ടുള്ളൊരു സമയമാണത്. സോറി, ഞാനിത് പറയണമെന്ന് വിചാരിച്ചത് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഓരോ സിറ്റുവേഷൻസിൽ നമ്മൾ അവരവൻ്റെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആ പാനിക് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല, എന്താ ചെയ്യുക ഒന്നും നമുക്കറിയില്ല. ആംബുലൻസ് വിളിക്കായിരുന്നു, പക്ഷെ ആ സമയത്ത് എനിക്കതൊന്നും അറിയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം, അത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എന്താണ് മുന്നിൽ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അത് മാത്രം മനസ്സിലുണ്ട്. ഞാൻ ഈ വണ്ടിമ്മ പോകുമ്പോൾ, ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കുറച്ച് ഓക്കെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡൗൺ ആയാലും വണ്ടി ഓടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് അതിലും വലിയ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഇവൻ ബോധം വീണ്ടും നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിരുന്നു. എനിക്കറിയില്ല ആരെങ്കിലും അറിഞ്ഞോ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ
ഞാൻ ആ നടുവട്ടത്തുനിന്ന് ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ ഞാൻ അലറിക്കരയുമായിരുന്നു. ഞാൻ അലറിക്കരയെന്ന് പറഞ്ഞാൽ വളരെയധികം ഒച്ചയിൽ ഞാൻ കരയുന്നു. ആരെങ്കിലും കേൾക്കുമോ, ഹെൽപ്പ് ചെയ്യാൻ വരുമോ, എങ്ങനെയെങ്കിലും. ഞാൻ ഇതിലിടക്ക് പോകുന്ന വഴിക്ക് 2-3 ചെക്കന്മാരെ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരോട് ഹെൽപ്പ് ചോദിക്കാൻ ഞാൻ നോക്കിയില്ല. കാരണം എന്താ വെച്ചാൽ സമയം ആ സമയമാണ്. പിന്നെ അവരെ കണ്ടിട്ട് എനിക്ക് അത്ര പന്തികേടായിട്ട് ഒരു ഇത് തോന്നിയില്ല. ഹെൽപ്പ് ചോദിക്കാൻ പറ്റിയൊരു കണ്ടീഷനിലാണ് അവരെന്ന് എനിക്ക് തോന്നിയില്ല. അവർ കുടിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് അവരെ കണ്ടാൽ മനസ്സിലായി. ഒരാളെ പിടിച്ചു വലിക്കുന്നു അങ്ങനെയൊക്കെ ഒരു ഇതില്ല. അവരോട് ഹെൽപ്പ് ചോദിക്കാൻ പോയാൽ അതിലും വലിയ ബുദ്ധിമുട്ടാവും. എനിക്കറിയില്ല, ചിലപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ അവരോട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ തോന്നിയില്ല. എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ ഞാൻ എത്തിച്ചു. ആ പോകുന്ന വഴിയിൽ ആ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച ഏറ്റവും അധികം ഞാൻ എൻ്റെ ലൈഫിൽ വിഷമിച്ച ഒരു സമയമായിരുന്നു. കാരണം എനിക്കറിയില്ല അവനെ എത്തിക്കാൻ പറ്റുമോ, ഞങ്ങൾ വീഴുമോ, എന്തെങ്കിലും സംഭവിക്കുമോ ഒന്നും ഞങ്ങൾക്കറിയില്ല. എനിക്ക് അങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു. അലറി വിളിച്ച് ഉറക്കെ കരഞ്ഞ് ഒരു 5 മിനിറ്റ് ഡ്രൈവ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെയ്തു. അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഫേസ് ചെയ്തൊരു വലിയ ബുദ്ധിമുട്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ അവനവൻ്റെ ആളുകൾക്ക് പറ്റുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളും റിയലൈസ് ചെയ്യുക. മറ്റുള്ളവരെ അതിൽ കാണുമ്പോൾ നമ്മൾ അയ്യോ അവർ പാവം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമെങ്കിലും അവനവൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു റിയലൈസേഷനിലേക്ക് വരിക. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെത്തി, അവന് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു. ഇപ്പോൾ മാഷാഅല്ലാ ഓക്കെ ആയി വരുന്നുണ്ട്. ഓക്കെ ആയിട്ടില്ല, പക്ഷെ ഓക്കെ ആയി വരുന്നുണ്ട്. ഡ്രസ്സ് ചെയ്യാൻ പോകുന്നുണ്ട്, ഒന്നരാടെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, മുറിവ് ഉണക്കായി വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനോട് പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ ഫേസ് ചെയ്ത സിറ്റുവേഷനാണ്. മേ ബി ഞാൻ സ്ട്രോങ് ആയിരുന്നു എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിരുന്നു. കാരണം ഞാൻ ഒറ്റക്കാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആ അവസ്ഥയിലൂടെ ഞാൻ അവനെ ഒറ്റക്ക് ഞാൻ ഹോൾഡ് ചെയ്ത്, അല്ലെങ്കിൽ തല കറങ്ങിയ ഒരാളെ ഞാൻ ഒറ്റക്ക് ഹോൾഡ് ചെയ്ത് ബൈക്കിൽ ഞാൻ കൊണ്ടുപോയത് ഞാൻ സ്ട്രോങ് ആയതുകൊണ്ടാണ്. മറ്റുള്ളവരെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ സ്ട്രോങ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് ഞാൻ സ്ട്രോങ് ആണെന്ന് ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചിന്തിച്ചത് സാധാരണക്കാരായ സ്ത്രീകൾ, അതായത് ഇങ്ങനെ മെൻ്റലി സ്ട്രോങ് അല്ലാത്ത, അല്ലെങ്കിൽ ഇതുപോലും ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടാവാം. അവരുടെ അവസ്ഥ ഞാൻ ഒരു ദിവസം ആലോചിച്ചായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ എന്നുള്ളത് ഞാൻ അന്നാണ് റിയലൈസ് ചെയ്തത്. അതായത് നമുക്ക് സെൽഫായിട്ട് പല കാര്യങ്ങൾക്കും ഡ്രൈവിംഗ് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഹോസ്പിറ്റൽ പോകാൻ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആൻഡ് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എല്ലാവരും പാനിക്കാവും, സംഭവമൊക്കെ ഓക്കെ ശരിയാണ്, എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇതുപോലെ അല്ലെങ്കിൽ വരാതിരിക്കട്ടെ, ദൈവം സഹായിച്ച് വരാതിരിക്കട്ടെ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കും വരാതിരിക്കട്ടെ. ഇങ്ങനെയെന്നല്ല, ഇങ്ങനത്തെ ഒരു നമുക്ക് താങ്ങാവുന്നത് ദൈവം തരുള്ളൂ എന്ന് പറയും. പക്ഷേ ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. കാരണം നമ്മളത് ഗോ ത്രൂ ചെയ്യുമ്പോഴാണ് നമ്മളതിൻ്റെ ബുദ്ധിമുട്ടും വേദനകളും ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. സോ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആംബുലൻസിനെ കോൾ ചെയ്യുക, ഹെൽപ്പ് തേടുക. ആരാണോ ചുറ്റുവട്ടത്തുള്ളത്. ഇപ്പോൾ എനിക്കിവിടെ തൊട്ടടുത്തൊരു കാക്കൊക്കെ ഉണ്ട്. പക്ഷെ അവരെന്താ വെച്ചാൽ അവരെ വൈഫ് വയ്യാതിരിക്കുക, അവർ കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആയിട്ടുള്ള ആളാണ്. ആ വീട്ടിൽ വണ്ടിയുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട്, വേറെ ആരുമില്ല. അവരെ നോക്കാൻ ആ സ്ത്രീ മാത്രം, മീൻസ് അങ്ങേര് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അയാളെ വിളിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ നമുക്ക് അങ്ങനെ, പിന്നെ ഈ ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഉള്ളേരിയാണ്. അപ്പോൾ കുറച്ച് വിളിച്ചാലും എത്തിപ്പെടുന്ന ആളുകളെന്ന് വെച്ചാൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ഉള്ളൂ. പിന്നെ നമുക്ക് ബ്രദറും ആൾക്കാരൊക്കെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ അവരൊരു വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇവിടെ അടുത്തല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ വിളിക്കാനോ അല്ലെങ്കിൽ അവരോട് ഓടിവാന്ന് പറയാനോ പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല. അപ്പം നമുക്ക് ആളുകൾ ഇല്ലായിട്ടല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ സമയത്ത് വിളിക്കാനുള്ളൊരു
ബോധം എനിക്കുണ്ടായിരുന്നില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ആ സമയത്ത് ഞാൻ പാനിക്കായി, എനിക്ക് എന്ത് ചെയ്യണം, ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആവാത്തവരും ഉണ്ടാവും, ചിലപ്പോൾ ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നുകൊണ്ട് ആവശ്യം വരുന്നുണ്ടാവില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ, വരാതിരിക്കട്ടെ, ബട്ട് വന്നാൽ ഒന്നുകിൽ ആംബുലൻസിനെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ആരാണോ നിയറസ്റ്റ് ഉള്ളത് അവരെ കോൾ ചെയ്യുക. പാനിക് ആവാതിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പാനിക്കാവും, പക്ഷേ മാക്സിമം സ്ട്രോങ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് വുമൺസിനോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം സ്ട്രോങ് ആയിട്ടിരിക്കുക. നമ്മൾ എത്രയൊക്കെ സ്ട്രോങ് ആവും എന്ന് പറഞ്ഞാലും നമ്മൾ കരയും, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മൾ ടെൻഷൻ അടിക്കും, നമ്മൾ എന്താ പറയുക, എല്ലാതും സംഭവിക്കും, ഇല്ല എന്നല്ല. ബട്ട് എല്ലാവരും കരുതലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈവിംഗ് അറിയാത്തവരാണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമിക്കുക. പറ്റുന്നവരാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ചിലപ്പോൾ നമ്മൾ ആ സംഭവം പഠിച്ചു കഴിഞ്ഞാലായിരിക്കും, ചിലപ്പോൾ പലവരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ, നിനക്ക് ഡ്രൈവിംഗ് അറിയുന്നത് നന്നായി, നിനക്ക് ഡ്രൈവിംഗ് അറിയുന്നത് നന്നായി എന്നൊക്കെ. അപ്പോൾ ആ നന്നാവലി നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് എടുക്കുക എന്നുള്ളത്. ഞാൻ ഇതിൽ നിന്ന് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡ്രൈവിംഗ് എന്തായാലും കണ്ടിന്യൂ ചെയ്ത് അത് എങ്ങനെയെങ്കിലും ഞാൻ ആക്റ്റീവാക്കി എടുക്കും. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു മടി അല്ലെങ്കിൽ അങ്ങനെ എന്തിൻ്റെങ്കിലുമൊക്കെ ഒരു പേരിലാണ് ഞാനത് താൽക്കാലികമായി നിർത്തി വെച്ചത്. ബട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്ന് നോക്കുമ്പോഴാണ്, നമുക്ക് വണ്ടി എടുത്ത് പോകണമെങ്കിൽ, ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ട് വണ്ടി ഉണ്ട്, വണ്ടി എടുത്ത് പോകണമെങ്കിൽ പോലും ഡ്രൈവിംഗ് അറിയണ്ടേ. അപ്പോൾ അതൊരു പോയിന്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഡ്രൈവിംഗ് പഠിക്കുക, സെൽഫായിട്ടൊരു അവെയർ ആയിട്ടിരിക്കുക. എന്ത് കാര്യങ്ങൾ ആരുടെ ലൈഫിൽ എപ്പോഴാണ് സംഭവിക്കുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് പെട്ടെന്ന് ഇതുപോലെ സിറ്റുവേഷൻസ് വന്നാൽ ആംബുലൻസിനെ വിളിക്കാൻ ശ്രമിക്കുക. നമ്മൾ ബ്ലഡൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് പാനിക്കാവും. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഒരുപാട് പോയതുകൊണ്ട് ഞാൻ ആകെ പാനിക്കായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ബ്ലാങ്ക് ഔട്ടായി പോയത്. എനിക്ക് ആരെ വിളിക്കണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മളെ പാർട്ട്ണറും കൂടെ ആകുമ്പോൾ നമ്മൾ മെൻ്റൽ സ്റ്റെബിലിറ്റി പറയുന്നത് വേറെ ലെവലായിരിക്കും. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം വന്ന് നോക്കുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും അല്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്തത്, ആൾക്കൊരു അപകടം പറ്റി ഇങ്ങനെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഞാൻ ഫേസ് ചെയ്തപ്പോഴാണ് ഞാൻ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. സോ എല്ലാവരും അവെയർ ആയിട്ടിരിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നിയറസ്റ്റ് ആയിട്ട് ആരാണ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ മാക്സിമം അതിലേക്ക് ഫോക്കസ് ചെയ്യാം. നമ്മൾ പാനിക്കാവും, ഇല്ല ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, പാനിക്കാവും എല്ലാവരും, അല്ല എന്നല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ എന്താണോ ഈസി വേ ഓഫ് ഗെറ്റിംഗ് ടു ഹോസ്പിറ്റൽ എത്താൻ എന്താണോ ഈസി ആയിട്ടുള്ള വേ എന്നുള്ളത് നമ്മൾ ആദ്യം അറിയുക. അതുപോലെ തന്നെ എനിക്കിതാണ് വുമൻസിനോട് കൂടുതൽ പറയാനുള്ളത്, ഡ്രൈവിംഗ് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ സെൽഫായിട്ടൊരു അവയർനെസ് ഉണ്ടായിരിക്കുക. എന്ത് കാര്യത്തിലും നമ്മൾ കുറച്ച് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെല്ലാം ചെയ്യാം. നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ സ്ട്രോങ് ആക്കുന്നത്. ഒരുവിധം എൻ്റെ കാര്യത്തിൽ പറയുകയാണ്, ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇങ്ങനെ സ്ട്രോങ് ആയി മാറിയത്. ബട്ട് നമ്മൾ സ്ട്രോങ് ആയിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക. വീക്കായിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമുക്ക് ഒരുപാട് ആളുകളെ അറിയാം, വീക്കായിട്ടുള്ളവരും സ്ട്രോങ് ആയിട്ടുള്ളവരും. വീക്കായവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെന്നും വീക്കായിക്കൊണ്ടേയിരിക്കും. അവർ വീക്കാക്കാൻ വേണ്ടി ചുറ്റുപാടും കുറേ ആളുകളും ഉണ്ടാവും. ബട്ട് എല്ലാവരും സ്ട്രോങ് ആവാൻ ശ്രമിക്കുക, കെയർ ചെയ്യുക, എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ. എല്ലാവരും പറ്റുവാണെങ്കിൽ മാക്സിമം എല്ലാവരും പറ്റുന്നവർ ഡ്രൈവിംഗ് പഠിക്കുക. അതുപോലെ തന്നെ സെൽഫായിട്ട് അവെയർനെസ് ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ആരും ഇത് പഠിച്ചു വെച്ചിരിക്കുന്നൊന്നുമില്ല. കാരണം നാളെ നമ്മുടെ ലൈഫിൽ ഇത് വരും എന്ന് നമ്മൾ ആരും ചിന്തിച്ചിരിക്കുന്നില്ല. പക്ഷെ വന്നേക്കാം. ഇപ്പം നമ്മൾ ഈ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന പോലെ വന്നാൽ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, വന്നാൽ എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒരു അറിവായിട്ട് എടുക്കുക. എക്സ്പീരിയൻസ്ഡ് ഒന്നോ അല്ലെങ്കിൽ നമ്മളത് ട്രയൽ നോക്കണം എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു അറിവുണ്ടായിരിക്കും. ഓക്കെ, ഇന്നത് വന്നാൽ നമ്മൾ ഇത് ചെയ്യണം എന്നുള്ള. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ കണ്ടതാണ്. ഒരു കുട്ടി ചുയിങ് എന്തോ കഴിച്ചിട്ട് ചോക്ക് ചെയ്തപ്പോൾ ആളുകൾ ചെയ്തു കൊടുത്തില്ലേ, ഫസ്റ്റ് എയ്ഡ് എടുത്തു കൊടുത്തില്ലേ. അതുപോലെ നമുക്കൊരു അറിവ്, ഇന്നത് ചെയ്താൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇന്നതല്ല എന്നുള്ളൊരു അറിവ്. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇതന്നെ അത്യാവശ്യം ബോറടി ആയിട്ടുണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.